മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കിയ മുൻ MLA അബ്ദുറഹിമാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. ഇടതു നേതാക്കൾ രണ്ടത്താണിയുമായി ചർച്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹരായവരെ തഴഞ്ഞു എന്നാരോപിച്ചാണ് രണ്ടത്താണി മുസ്ലിം ലീഗുമായി ഇടഞ്ഞത്. അതേസമയം അബ്ദുറഹിമാൻ രണ്ടത്താണിയെ ലീഗ് അനുകൂല ചെറുകിട വ്യവസായ സംഘടന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ അനുനയത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അബ്ദുറഹ്മാൻ രണ്ടത്താണി അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ലീഗ് ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ CPIM തയ്യാറാണ്. ഇടത് MLA-മാരുടെ എണ്ണം കൂട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് A. വിജയരാഘവൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ MLA-മാരെ കിട്ടാൻ സഹായകരമായ ഒരു പശ്ചാത്തലം എവിടെ രൂപപ്പെട്ടു വന്നാലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ലീഗിൽ തുടരുമോ LDF സ്വതന്ത്രനാകുമോ എന്ന ചോദ്യത്തിന് രണ്ടത്താണിയുടെ മറുപടി ഇങ്ങനെ: ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് കമന്റ്സ് ഇല്ല. ആ പോസ്റ്റ് പിൻവലിക്കേണ്ട കെട്ടുവരുമ്പോൾ ഞാൻ പിൻവലിക്കൂലേ? മറ്റൊരു പോസ്റ്റ് വന്നിട്ടില്ലല്ലോ. വള്ളിക്കുന്നിൽ ഷാഫി ചാലിയത്തെയും മങ്കടയിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദിനെയും സമീപിച്ചു. അതേസമയം വനിതാ ലീഗിനെ തഴഞ്ഞതിൽ വനിതാ ലീഗ് കടുത്ത നടപടിയിലേക്കില്ല. ഭാരവാഹിത്വം രാജിവെച്ചതുകൊണ്ട് ഗുണമുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.